ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഹോട്ട് മിൽക്ക് ചോക്ലേറ്റ് ടീ കേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല ടേസ്റ്റി ആയതും സോഫ്റ്റ് ആയതുമായ ഹോട്ട് മിൽക്ക് ചോക്ലേറ്റ് ടീ കേക്ക് നമുക്ക് റെഡിയാക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത്. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ഡ്രൈ ആയ ബൗൾ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായി അരിച്ചെടുക്കുക. ഒന്നുകിൽ 3 തവണ അരിക്കുകയോ അല്ലെങ്കിൽ 1 തവണ അരിച്ചിട്ട് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യണം. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു ഡ്രൈ ആയ ബൗൾ എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ വിസ്ക് വെച്ച് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് നന്നായി പതഞ്ഞു വരുമ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് മുട്ട നന്നായി ഫ്ലഫിയായി ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ഓഫ് വൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് ലോ സ്പീഡിലിട്ട് വളരെ സാവധാനം ഒരു 20 സെക്കൻഡ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 തവണകളായി ഇട്ട് വിസ്ക് വെച്ചോ ബീറ്റർ വെച്ചോ സ്പാച്ചുല ഉപയോഗിച്ചോ വളരെ സ്ലോ ആയി മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ മിക്സ് ചെയ്യുന്നത് ഞാൻ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ അവസാനം വരെ വളരെ സ്ലോ ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഫ്ലോർ എല്ലാം ഒട്ടും കട്ടകളില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ബട്ടർ ഒക്കെ മെൽറ്റായി പാല് തിളച്ചു വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറിയ പാക്കറ്റ് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കോഫി പൗഡറും കൊക്കോ പൗഡറും എല്ലാം ചേർന്നൊരു നല്ല ഫ്ലേവർ ആയിരിക്കും അവസാനം നമ്മുടെ കേക്കിന് കിട്ടുന്നത്. ഇനി തിളപ്പിച്ചിരിക്കുന്ന പാല് ചൂടോടെ തന്നെ ബാറ്ററിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഹോട്ട് മിൽക്ക് ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. റൗണ്ട് ബേക്കിംഗ് ടിന്നും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ബേക്കിംഗ് ടിൻ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്റ്റിക്കോ സ്പൂണോ എടുത്ത് ബാറ്റർ ഇതുപോലെ ഇളക്കിയതിന് ശേഷം 2-3 തവണ നന്നായി ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാനായി വെക്കാം. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ ബേക്ക് ചെയ്യുന്നതാണെങ്കിൽ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു അലുമിനിയം ചെമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ഹോട്ട് മിൽക്ക് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കേക്ക് കഴിക്കാൻ.
ശരിക്കും 2 ദിവസം മുന്നേ ഈ കേക്ക് ബേക്ക് ചെയ്ത് അതിനുശേഷം കഴിക്കാൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് കേക്ക് എടുത്ത് നോക്കാം. കൊക്കോ പൗഡറിന്റെയും കോഫി പൗഡറിന്റെയും നല്ല മണമാണ് കേക്കിന് കിട്ടിയിട്ടുള്ളത്. അതുമാത്രമല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വിധത്തിലുള്ള അത്രയ്ക്കും സോഫ്റ്റ് ആണ് കേക്ക്. എല്ലാവരും ഈ ഹോട്ട് മിൽക്ക് ചോക്ലേറ്റ് കേക്ക് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.